ஸ்ருதி அபி ஆலப்புழா சாங்குக்காக தமிழ்நாடு கோயம்புத்தூர் காத்துட்டு இருக்கு. ஸ்ருதி அபே அலப்பி உங்களோட சாங் எப்ப ரிலீஸ் ஆக போகுது? தமிழ்நாட்டு பசங்க காத்துக்கொண்டே இருக்கோம். സിനിമ ഫുൾ പൂർത്തി എന്റെ ഒരു പാട്ട് മാത്രം ടൈറ്റിൽ സോങ് ആലപ്പുഴയെ പറ്റി ഒരു പാട്ടാ. ആലപ്പുഴക്കാരെല്ലാം ഉണ്ടോ? നിങ്ങളുടെ നാടിനെ പറ്റി രേണു സുധി ഇതാ പാടുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എനിക്ക് വയ്യ. ആലപ്പുഴക്കാരനെ ആഘോഷിക്കും. നമ്മളൊരു പാവ ആലപ്പുഴക്കാരനാണേ. നാളെ നാം പടക്കം പൊട്ടിച്ച് നടക്കാം റോട്ടിലൂടെ. രേണു സുധി ആലപ്പുഴയെ പറ്റി പാട്ട് പാടാൻ പോകുന്നു എന്നും പറഞ്ഞോണ്ട്. എന്തായാലും രേണു സുധിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. നന്നായിട്ട് പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടൊരു സിനിമയിൽ പാടാൻ പോവുകയാണ്. ആ സിനിമയിലെ പാട്ട് വമ്പൻ ഹിറ്റായാൽ ചിലപ്പോൾ ഇനിയും പാട്ടുകൾ കിട്ടട്ടെ. അവരും ജീവിക്കണമല്ലോ. പക്ഷെ ഈ സിനിമയുടെ PRO ടീംസിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊള്ളാടാ, കലക്ക PRO വർക്ക് കേട്ടോ, കലക്കൻ. തമിഴ്നാട്ടിലൊക്കെ എത്തിയല്ലേ രേണു ചേച്ചിയുടെ പാട്ടൊക്കെ? അല്ലെങ്കിൽ രേണു ചേച്ചി അവിടെ ഫേമസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, എനിക്കറിയാൻ പാടില്ല. കൊള്ളാം, ആൾക്കാർ ഇച്ചിരി വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഗുമ്മായനെ. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ PR അല്ലെങ്കിൽ എല്ലാ പ്രൊമോഷൻ വർക്കൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേടെ? ബംഗാളിയാണോ തമിഴനാണോ ആദ്യമേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് നിന്ന് സംസാരിക്കുന്ന രണ്ടും തമിഴത്തി ചേച്ചിമാരാണ്. എന്താണെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു സൈഡിൽ കൂടെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കുറെ ചീത്ത കാര്യങ്ങൾ നമുക്ക് നടക്കുമല്ലോ. അങ്ങനെയാണ് ഇപ്പറേ രേണു സുധി പാട്ടുപാടി തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ ചാടി കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് ചേച്ചിക്കെതിരെ കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധിച്ചേട്ടന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് അറിയപ്പെടുന്ന വീണ S പിള്ളെ, വീണ ഇപ്പോൾ രേണുവിനെതിരെ ഒരു കേസുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കേസൊക്കെ എത്ര നാൾ നിൽക്കും നമുക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ചില കേസുകളൊക്കെ ഇവിടെ എടുക്കും, അതൊക്കെ മാഞ്ഞു പോവാറുണ്ട്. അതേപോലെ തന്നെ ഈ കേസും എന്തിനാണ് എന്നുള്ളൊരു ചോദ്യവും എൻ്റെ മുന്നിലുണ്ട്. ഞാൻ അത് വഴിയെ പറയാം. എന്തായാലും വീണ S പിള്ളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ കുറച്ച് സംശയങ്ങളുണ്ട് ഈ ഒരു കേസിൽ തന്നെ. അതൊക്കെ നിങ്ങളോട് നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് ഡൗട്ടുകളൊക്കെ വരാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സംശയം പറയുമ്പോൾ നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, എന്തിനാണിത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലും വന്നേക്കാം. എന്തായാലും അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടേ. നമസ്കാരം, ഞാൻ വീണ S പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഇത് അതിൻ്റെ റെസിപ്റ്റാണ്. അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനിയപ്പം കോട്ടയത്തുനിന്ന് രേണു ചേച്ചി ഇങ്ങനെ കൊല്ലത്ത് വരണമല്ലേ? വാ ചേച്ചി വാ. അതിന്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണമല്ലോ. അങ്ങൂന്ന് ഇങ്ങ് വരുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ട്. ഈ കോട്ടയം ടു കൊല്ലമൊക്കെ ട്രാവലിങ് കുറച്ച് മെനക്കേടാ ചേച്ചി. അപ്പം എന്തായാലും ചേച്ചി അതിനകത്തൂടെയൊക്കെ ഒന്ന് പോയിട്ട് വാ. പിന്നെ ഇപ്പോൾ അതാ വീണ കേസ് കൊടുത്തിരിക്കുകയാണ്. വീണയ്ക്ക് എന്തോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വീണയോട് ചോദിച്ചതാണ്. ലൈക്ക് ഞാൻ ഒരു കാര്യം തുറന്ന് ആദ്യമേ പറയാം. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ആ ഇന്റർവ്യൂവിന്റെ ലിങ്ക് ഒന്ന് താഴെ കൊടുക്കുക, അല്ലെങ്കിൽ ഏത് ഇന്റർവ്യൂ ആണെന്നൊന്ന് പറയണേ. അതായത് ഓൺലൈൻ മീഡിയ ഈ ഇന്റർവ്യൂകളിലൊക്കെ കയറി ഇരുന്നിട്ട് ഈ വീണ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് രേണു പറയുന്നതായിട്ട് ഞാൻ എങ്ങും കേട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ, ഇല്ലെങ്കിൽ വീണ തന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീണ താഴെ ഒന്ന് ഏതാ ഇന്റർവ്യൂ എന്നൊന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതും കൂടെ എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനത് കണ്ടിട്ടില്ല, എങ്ങും പേര് പറഞ്ഞു. പക്ഷെ വീണയോട് ഞാൻ സംസാരിച്ചപ്പോൾ വീണ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വീണയെ അറിയാവുന്ന ആളുകളുടെയൊക്കെ അടുക്കൽ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ അറിഞ്ഞിട്ടുണ്ട്. വീണയോട് അതിന്റെ പേരിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതായിരിക്കാം വീണയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് തളർത്തിയത്. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടേ, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വീണ എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ പക്ഷെ ഇന്റർവ്യൂകളിലെങ്ങും കയറിയിരുന്ന് സംസാരിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ വീണ്ടും അത് പറയുകയാണ്. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ വീണ പറയുന്നുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമസ്കാരം, ഞാൻ വീണ S പിള്ളയാണ്. ഞാൻ സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു.
അപ്പോൾ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, വീണയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വീണ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇന്റർവ്യൂവിന്റെ കാര്യം മാത്രമല്ല, പല ആളുകളുടെയും മുമ്പിൽ അത് വീണ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളുടെ അടുക്കലൊക്കെ ഈ രേണു അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാം. അവർ കേസായിട്ട് പോകുന്നു, കേസായിട്ട് പോട്ടെ. പക്ഷേ പോലീസുകാരപ്പം നോക്കും, ലൈക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്, പോലീസുകാർ നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ വീണ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എങ്ങും പറഞ്ഞതായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് അറിവില്ല. എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം, ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തപ്പാം. ഞാൻ കുറച്ചൊക്കെ നോക്കി, എങ്ങും കണ്ടില്ല. പക്ഷേ ഈ പറയാതെ പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതായത് എന്താണ്, കുറെ യൂട്യൂബേഴ്സ് ഇവിടെ സുധിയേട്ടന്റെ വേറൊരു ഭാര്യ എന്ന് പറഞ്ഞിട്ട് ആരുടെയൊക്കെയോ വോയിസ് കൊണ്ടിടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ രേണു പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു കേട്ടോ, ഞാൻ കണ്ടു. പക്ഷെ അതല്ലാതെ ഈ ലൈക്ക് നെയിം എടുത്ത് എങ്ങും പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ വീണയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ആരോടെങ്കിലും ഒക്കെ കേസായിട്ട് പോട്ടെ, ബാക്കി നമുക്ക് കേൾക്കാം. നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി. അപ്പം ഞാനും കരുതി, എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശരി, ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ, എനിക്ക് സുധിച്ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്, അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ബാക്കി അവർ നോക്കിക്കോളും, ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും. പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം വീണ പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ വീണയുടെ എന്തെങ്കിലും തെളിവ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിലപ്പോൾ കാണാതെ പോയ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ കാണും, വീണയുടെ പേര് വല്ലതും എടുത്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ പോലീസ് എന്തായാലും കേസ് എടുത്തത്, ഇല്ലെങ്കിൽ പോലീസുകാർ ഓടിച്ചു വിടുമല്ലോ. പിന്നെ വീണ ഇത്രയും മുന്നോട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് വീണയുടെ സൈഡിൽ കുറെ ആളുകൾ പറയുന്നത് കേട്ടു, വീണയുടെ സൈഡിൽ എന്ത് ഇത്രയും നാളും എവിടെയായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആളുകൾ കാണും. വീണയുടെ ലൈഫുമായിട്ട് ഒതുക്കി കൂടി പോയേക്കുമായിരുന്നായിരിക്കും ഇത്രയും കാലമായിട്ട്. അവരെങ്ങും ഇതേപോലെ വന്ന് ചാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അവർ വരാൻ തുടങ്ങിയത്. അത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ രേണുവായിട്ട് തന്നെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം. ഇപ്പം വീണ പറയുന്നത് പോലെ അവരെ അറിയാവുന്ന ആളുകളുടെ അടുക്കലൊക്കെ മോശമായിട്ട് പറയുകയോ അവര് നമ്മുടെ വീണയോട് ചോദിക്കുക, അതൊക്കെ പേഴ്സണലി പല ആളുകളെയും ഹേർട്ട് ചെയ്യുമല്ലോ. നമ്മളോടാണെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഹേർട്ടാവും. അതുപോലെ വീണയ്ക്ക് ഹേർട്ടായി കാണും. ആ ഒരു സാഹചര്യത്തിൽ വീണ ചില യൂട്യൂബേഴ്സ് കോൺടാക്ട് ചെയ്തപ്പോൾ, ഇപ്പൊ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു. തെറ്റുണ്ടോ അതിനകത്ത്? അവർക്കത് ബുദ്ധിമുട്ടായി മാറി. അതിനുശേഷം അപ്പോഴൊന്നും അവർ കേസായിട്ട് പോയില്ല, ഇപ്പൊ അവർ കേസായിട്ട് പോയി. പിന്നെ കേസായിട്ട് പോകുമ്പോഴും എനിക്കിപ്പോഴും ചോദിക്കാനുള്ളൊരു ചോദ്യം, അത് വേറൊന്നുമല്ല, അല്ലെങ്കിൽ പറയാനുള്ളൊരു കാര്യം, പ്രോപ്പറായിട്ടുള്ള തെളിവ്. പോലീസുകാർ കേസെടുത്തു, അവർ ഇനി അന്വേഷിക്കത്തേ ഉണ്ടായിരിക്കത്തുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഓക്കെ ഇതിനകത്ത് കുറച്ച് കഴമ്പുണ്ട്, നമുക്ക് കേസെടുക്കാമെന്ന് വിചാരിക്കുമല്ലോ, കേസെടുത്തു, ഇനി അവർ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂകളിൽ വളരെ മോശമായിട്ട് പേരെടുത്ത് വെച്ച് ആക്ഷേപിക്കുന്ന ഒരു പരിപാടി ഇല്ലെങ്കിൽ കേസ് മുങ്ങിപ്പോവും. ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് പോലീസുകാർ. പ്രോപ്പറായിട്ടുള്ള തെളിവ് ഇല്ല എങ്കിൽ അത് മാഞ്ഞു പോകും, ഇല്ലേ? ഞാനിപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പല ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ കാണും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ രേണു സുധിയുടെ പുതിയ സംരംഭം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പുതിയ പാട്ട് നന്നായിട്ട് തന്നെ പോട്ടെ. നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഞാൻ തുടക്കത്തിലും പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ തോന്നി. വോയിസ് ഒക്കെ കേട്ടപ്പോൾ നന്നായിട്ട് പാടുന്നൊരു നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. അങ്ങനെ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നല്ല ഒരു കാര്യം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.